ഇബാദ് ബായിയോട് ഒരാൾ നോർമലി കേട്ടോ, ഇബാദ് ബായി എങ്ങനെ റെസ്പോണ്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ ഒന്ന് പറഞ്ഞു നോക്കാണ്. എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? ആണോ? അങ്ങനെ പോണു, കുഴപ്പമില്ല. കുഴപ്പമില്ല, പോണു. എങ്ങനെ പോകുന്ന കാര്യങ്ങൾ എന്ന് ചോദിച്ചു. നിങ്ങളത് എങ്ങനെ റിയാക്ട് ചെയ്തെന്നറിയണ്ട. അങ്ങനെയൊക്കെ പോണം, കുഴപ്പമില്ല. ഇത് ഏത് ജില്ലയിലും എടുത്തോ, ജില്ലകൾ മാറുമ്പോൾ ഈ കുഴപ്പമില്ലയുടെ വെർഷൻ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇതിപ്പോ കൊല്ലക്കാരോട് ചോദിച്ചാൽ ഓ എന്നതാടാ, ഗ്രേറ്റ്ഫുൾ അല്ല മലയാളികൾ. ഐ എം ടെല്ലിങ് യു വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട്, നമ്മൾ ഇനിയും ഗ്രേറ്റ്ഫുൾ ആകണം. ഞാൻ ഗ്രേറ്റ്ഫുൾ അല്ല എന്ന വാക്ക് പിൻവലിക്കുകയാണ്, കാരണം കമന്റ് ബോക്സിലെ ബഹളം ഞാൻ ഇപ്പോഴേ കാണുകയാണ്. കമന്റ് ബോക്സിലെ ബഹളം കാണുകയാണ്. ഇല്ല, ഞാൻ വിധിക്കുകയല്ല, ഞാൻ പറയുകയാണ്, നമ്മൾ ഇനിയും ഗ്രേറ്റ്ഫുൾ ആവണം. ഗ്രേറ്റ്ഫുൾ ആവുന്ന വാക്കുകൾ നമ്മൾ മലയാളത്തിൽ കണ്ടുപിടിച്ച് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കിട്ടിയില്ലെങ്കിൽ കടമെടുത്ത് യൂസ്ഫുൾ ആക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഒരു ഇംഗ്ലീഷുകാരനോട് ഹൗ ആർ യു എന്ന് ചോദിച്ചാൽ അയാൾ നോട്ട് ബാഡ് എന്നൊക്കെ പറയുന്ന ഏതെങ്കിലുമൊക്കെ ആൾക്കാരുണ്ടാവും, പക്ഷെ ഭൂരിഭാഗം ആൾക്കാരും പറയുന്നത് ഐ ആം എക്സൈറ്റഡ്. എനിക്ക് ഇത് പറഞ്ഞപ്പോഴേ എനിക്ക് വേറെ ആൾ ഓർമ്മ, നമ്മുടെ ഞാൻ പണ്ട് വർക്ക് ചെയ്ത രാജീവ് സാർ കമ്പനി. അപ്പോൾ രാജീവ് സാറെ ഹൗ ആർ യു സാർ? സാർ ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു? ഫാന്റാസ്റ്റിക് എന്ന് രാജീവ് സാർ പറഞ്ഞു. ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, ഇത് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് കണക്ട് ആയ സാർ. അത് ഞാൻ സാഹിബിന്റെ ഭാഷ ഗംഭീരാണെന്ന് പറയാൻ സ്ഥാപിക്കാൻ വന്ന ആളല്ല, പക്ഷെ ആ വാക്കിലുള്ളൊരു എക്സൈറ്റ്മെന്റ്, ഫാന്റാസ്റ്റിക് മാൻ, അമേസിങ്, എക്സലന്റ്, ഇൻക്രെഡിബിൾ, ഫിനോമിനൽ. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന വേർഡ് ഫിനോമിനൽ. എന്നോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഫിനോമിനൽ മാൻ, വെരി വെൽ, സൂപ്പർ. ഇങ്ങനെ ഞാൻ പറയുന്നതും കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു, തട്ടി മുട്ടി എങ്ങനെയുണ്ട്, കുഴപ്പമില്ല, ജീവിച്ചു പോവാം. ജീവിക്കല്ലേ? അതെ, ജീവിക്കുന്നില്ലേ? ജീവനില്ലേ? അപ്പോൾ പിന്നെ ജീവിച്ചു പോവാം എന്ന് പറയുന്നത് അതൊരു വേഴ്സ്റ്റ് കേസ് സിനാരിയോ അല്ലല്ലോ, ദ ബെസ്റ്റ് കേസ് സിനാരിയോ അല്ലേ? ജീവിക്കാൻ പറ്റുക, ജീവൻ ഉണ്ടാകുക. അപ്പോൾ നമ്മൾ അല്ലേ, അപ്പോൾ നമ്മൾ കുഴപ്പമില്ല എന്ന വാക്കിനകത്തൊരു കുഴപ്പമുണ്ട്. അപ്പം കുഴപ്പമില്ല എന്ന് പറയുന്ന പോലുള്ള ഒരുപാട് കുഴപ്പം പിടിച്ച വാക്കുകൾ മലയാളത്തിനുണ്ട്. ഞാൻ ഹാപ്പിയാണ്, അൽഹംദുലില്ലാ, താങ്ക് ഗോഡ്, എല്ലാം ഭംഗിയായി പോകുന്നു എന്നൊക്കെ പറയാൻ നമ്മൾ ആദ്യം നമ്മളെ പ്രിപ്പയർ ചെയ്യണം. ഞാൻ എന്നെ കേൾക്കുന്ന ആൾക്കാരോട് പറയാം, ഇഫ് യു ആർ നോട്ട് ഗ്രേറ്റ്ഫുൾ, ഐ എം ടെല്ലിങ് യു, ഗ്രേറ്റ്നെസ് വിൽ നോട്ട് കം ടു യു. ഗ്രേറ്റ്നെസ് നമ്മുടെ അടുത്ത് വരില്ല. സക്സസ് ചിലപ്പോൾ വരും, ഗ്രേറ്റ്ഫുൾ അല്ലെങ്കിൽ സക്സസ് ഒക്കെ വരും, പക്ഷെ അത് ഗ്രേറ്റ്നെസ് ആകണമെങ്കിൽ ഗ്രേറ്റ്നെസ് ആവണം. അതായത് ദ ഗ്രേറ്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, റെവല്യൂഷണറി സക്സസ്, വിപ്ലവകരമായ വിജയം ഉണ്ടാവും. അത്തരം വിജയം ഉണ്ടാകണമെങ്കിൽ നന്ദി ഉണ്ടാകണം, ഗ്രാറ്റിറ്റ്യൂഡ് വേണം. നമ്മൾക്ക് ചുറ്റുമുള്ള എല്ലാത്തിനോടും നന്ദി പറയാ. നമ്മളിപ്പോൾ ഓരോ പ്രോജക്റ്റുകളും ഓരോ മനുഷ്യനെയും പേഴ്സണലി ക്ലോസ് ടു ക്ലോസ് നമ്മൾ ഒബ്സർവ് ചെയ്യണമെങ്കിൽ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്, ഏതൊക്കെയോ രൂപത്തിൽ എവിടെയൊക്കെ ഇരുന്നോളൂ, അല്ലേ? അബ്സല്യൂട്ട്ലി. ഞാനൊരു എക്സാമ്പിളൂടെ പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഇപ്പം ഞാൻ ഇബാദ് ഭായി ഈ പോഡ്കാസ്റ്റിൽ ഇങ്ങനെ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, മില്യൺസ് ഓഫ് ആൾക്കാരുടെ ഇടയിലേക്ക് നമ്മൾ ഈ കോണ്ടന്റ് റീച്ച് ചെയ്യണം. എൻ്റെ നാണം മറയ്ക്കാൻ, എൻ്റെ അഭിമാനം സംരക്ഷിക്കാൻ, എൻ്റെ ധാർമ്മികതയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്നെ ഇപ്പോൾ ഈ നിമിഷം എന്നെ സഹായിക്കുന്നത് മറ്റെന്തിനേക്കാളും ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഈ വസ്ത്രമാണ്. ഇതെൻ്റെ അടുത്ത് എത്താനായി ഇന്നലെ ഞാനൊരു റീറ്റെയിൽ ടെക്സ്റ്റൈൽസിൽ പോയി. അവിടെ എന്നെ ഇത് സഹായിച്ചത് അവിടുത്തെ ഒരു സെയിൽസ്മാൻ ഇതെനിക്ക് തന്നു, അല്ലേ? അതിനു മുമ്പ് അതിൻ്റെ ലോജിസ്റ്റിക് പ്രോസസ്സിൽ അവിടെ ആരൊക്കെയോ സഹായിച്ചു എന്നെ. അതിനു മുമ്പ് ഈ വെയർഹൗസിൽ ഈ പ്രോഡക്റ്റ് വന്നപ്പോൾ, ഈ ഡ്രസ്സ് വന്നപ്പോൾ അവിടെ എന്നെ ഒരുപാട് പേര് സഹായിച്ചു. വെയർഹൗസിലേക്ക് ഈ ഡ്രസ്സ് വരാനായിട്ട് ഫാക്ടറിയിൽ ഒരുപാട് പേര് എന്നെ സഹായിച്ചു. ഫാക്ടറിയിലേക്ക് ഈ ഡ്രസ്സ് വരാനായിട്ട് ഒരുപാട് ഫാമേഴ്സ് എന്നെ സഹായിച്ചു. ഈ പറയുന്ന തുണി ഉണ്ടാവാനായിട്ട് ഒരുപാട് എന്തോ പാടത്ത് ഒരുപാട് ഫാമേഴ്സ് എന്നെ സഹായിച്ചു. ഒരു മനുഷ്യൻ മറ്റു മനുഷ്യരെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് പോയാലേ ഇനിയും പോയാൽ ഇനി ഈ തുണി ഉണ്ടാകാൻ ഏതോ ഒരു ചെടി, ഏതോ ഒരു പുഴു, ആ പുഴുവിനെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവ്, ഇത്രയും പേരാണ് ഈ ലൈനിലുള്ളത്. അതായത് എനിക്ക് ഈ പ്രോഡക്റ്റ് എടുത്തു തന്ന സെയിൽസ്മാൻ മുതൽ സൃഷ്ടാവായ എൻ്റെ നാഥൻ വരെ എന്നെ സഹായിച്ചതുകൊണ്ടാണ് എനിക്കിന്ന് അഭിമാനത്തോടെ
ധാർമ്മികതയോടെ ഏറ്റവും ഭംഗിയായി ലോകത്തിൻ്റെ മുന്നിൽ എന്നെ അവതരിപ്പിക്കാൻ സാധിച്ചത് ഇത്രയും ആൾക്കാരുടെ സഹായം ഉള്ളതുകൊണ്ടാണ്. മനുഷ്യന്മാരും മനുഷ്യരെ സൃഷ്ടിച്ച സൃഷ്ടാവും അതുവരെയും നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ നമ്മൾ കടപ്പെട്ടിരിക്കുകയാണ്. ആർക്കും ഇൻഡിപെൻഡൻ്റായി ജീവിക്കാൻ പറ്റില്ല. എല്ലാവരും ട്രെയിനേഴ്സൊക്കെ പറയുന്ന പല ട്രെയിനേഴ്സും പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ്, നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആകണമെന്ന്. പക്ഷെ ഞാൻ പറയും, നിങ്ങൾ ഡിപ്പെൻഡൻ്റ് ആണ്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഡിപ്പെൻഡൻ്റ് ആണ്. അതുകൊണ്ട് പരസ്പരം സഹായിച്ചുകൊണ്ടേയിരിക്കുക, സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക, നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. നന്ദി പറയലിലൂടെ, സ്നേഹത്തിലൂടെ, സഹായത്തിലൂടെ വലിയൊരു സഹായം നമ്മളെ തേടി വരും.